Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കോഡുകൾ നമ്മൾ എടുത്തു തീർന്നു അല്ലെ. കോഡ് ഗ്രീൻ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. Of when to activate an emergency response code. ആർക്കൊക്കെയാണ് എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നത്? ആർക്കൊക്കെയാണ്? ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അതിന് സാധ്യമാണ്. അതുപോലെ തന്നെ ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞാൽ നമ്മള് step 1 is organizing an emergency response is a notification. A reliable notification services need to ensure that the appropriate resources are deployed according to the type of incident. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു അടിയന്തര പ്രതികരണം സംഘടിപ്പിക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ്, എമർജൻസി റെസ്പോൺസ് സംഘടിപ്പിക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? ആ സംഭവത്തിന്റെ തരം, ഏത് ടൈപ്പ് അനുസരിച്ചിട്ട് ഉചിതമായ ഉറവിടങ്ങൾ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു അറിയിപ്പ് സേവനം അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. The communication system in a hospital is adequate along with a good public address system, and in fact each and every telephone in a hospital is connected to the public address system so as to communicate to other hospital employees in case of any emergencies. ആശുപത്രികൾക്കിടയിലെ ആ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സംവിധാനം പര്യാപ്തമാണ്. ഒരു നല്ലൊരു പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട്. വാസ്തവത്തിൽ ഒരു ആശുപത്രിയില് ഓരോ ടെലിഫോണും അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോ എന്താണ്? അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശുപത്രി ജീവനക്കാർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ്? ഇൻഡിവിജ്വൽ കോളിംഗ് കോഡ് must dial the designated number to call a code that applicable to that particular emergency situations. കോഡ് വിളിക്കുന്ന ആ വ്യക്തി ഒരു പ്രത്യേക അടിയന്തര സാഹചര്യവുമായിട്ട് ബാധകമായിട്ടുള്ള ഒരു കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ ഡയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ 911-333 അങ്ങനെയുള്ള ആ ഡയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം. ഗിവ് ആറ്റ് എക്സാക്ട് ലൊക്കേഷൻ, ഇതിന്റെ ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ബ്ലോക്ക് ഏതാണ്, ഏരിയ ഏതാണ്, റൂം നമ്പർ ഏതാണ്, അങ്ങനെയുള്ള കറക്റ്റ് ലൊക്കേഷൻ അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇത്രയും വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നോക്കാം. What happens when the emergency response code is announced? ഈ എമർജൻസി റെസ്പോൺസ് കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 6 പോയിന്റ് നമുക്ക് നോക്കാനായിട്ട്. ഫസ്റ്റ് നോക്കാം. When a code is called, a pre-designated team of physician, nurse and other appropriate personnel respond swiftly and efficiently based on their training. അപ്പൊ എന്താ പറയുന്നത്? ഈ കോഡ് വിളിക്കുമ്പോ ഒരു മുൻകൂട്ടി നിയുക്തമായിട്ടുള്ള ആരൊക്കെയാണ്? നഴ്സുമാരുണ്ടാവും അല്ലെ. പ്രീ ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, നിയുക്തമാക്കിയിട്ടുള്ള ആരൊക്കെ ഉണ്ടാവും? ഫിസിഷ്യൻ, നഴ്സ്, അതുപോലെ തന്നെ മറ്റു അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ്, ഉചിതമായിട്ടുള്ള പേഴ്സൺസും അവിടെ ഉണ്ടാവും, ഉദ്യോഗസ്ഥരും ഉണ്ടാവും. എന്നിവരുടെ ഒരു സംഘം അവരുടെ ആ പരിശീലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേഗത്തിലും കാര്യക്ഷമമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആയിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടാവും. അതിൽ ആരൊക്കെയാണ്? ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, മറ്റ് ഉചിതമായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ആ സ്റ്റാഫുകളും എന്താണ്? ഇങ്ങനെയുള്ള കോൾ വിളിക്കുമ്പോ എന്താണ് ചെയ്യുന്നത്? വേഗത്തില് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവര് അതിലോട്ട് അത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രതികരിക്കുന്നുണ്ട്. When the emergency response code is announced,
the message will be received by them who are expected to arrive at the scenes, and the expected response time is 0 to 3 minutes. ഇവിടെ പറയുന്നത് അടിയന്തര പ്രതികരണ കോഡുകൾ, എമർജൻസി കോഡുകൾ, റെസ്പോൺസ് കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സന്ദേശം ആ ടീമിന് ലഭിക്കുന്നുണ്ട് അല്ലെ. പ്രഖ്യാപിക്കുന്നത് വഴി, ആ കോഡ് പ്രഖ്യാപിക്കുന്നത് വഴി ആ ടീമിന് സന്ദേശം ലഭിക്കുകയും അവർ ആ സംഭവ സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അവരുടെ ടീമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കോൾ വിളിക്കുമ്പോൾ അവരവിടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രതികരിക്കുകയും അവരവിടെ ആ സംഭവ സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്ന ആ പ്രതികരണ സമയം അല്ലെ, ഇത്ര തൊട്ട് ഇത്ര മിനിറ്റ്, എത്രയാണ് 0 to 3 മിനിറ്റ്സിനുള്ളിൽ അവരവിടെ എത്തിയിരിക്കണം. When the emergency response code is activated, all team members assigned to that code should react without delay. ഇനി പറയുന്നത് എന്താണ്? When an emergency response code is activated, all the team members assigned to that code should react without delay. ഇനി എന്താ പറയുന്നത്? ഈ അടിയന്തര പ്രതികരണ കോഡ് അല്ലെ, എമർജൻസി റെസ്പോൺസ് കോഡ് സജീവമാക്കുമ്പോൾ ആ കോഡില് നിയോഗിക്കപ്പെട്ടിരുന്ന എല്ലാ ടീം അംഗങ്ങളും കാലതാമസമില്ലാതെ, ഡിലേ വരുത്താതെ എന്ത് ചെയ്യണം? അവിടെ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കണം. The members of the emergency code team must ensure that the area or scenes is safe before proceeding with their response. This necessitates the quick evaluation of the location and situation related to the emergency response protocol. ഇവിടെ നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഈ അടിയന്തര എമർജൻസി റെസ്പോൺസ് ടീമിലെ അംഗങ്ങള് അവരുടെ ആ പ്രതികരണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആ പ്രദേശം അല്ലെങ്കിൽ ആ ഏരിയ അല്ലെങ്കിൽ ആ രംഗം, സീൻ എന്ന് പറഞ്ഞാൽ രംഗം, പ്രദേശമോ അല്ലെങ്കിൽ ആ രംഗമോ എന്താണ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് അടിയന്തര പ്രതികരണ കോഡുകളുമായിട്ട് ബന്ധപ്പെട്ട ആ സംഘത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒരു ദ്രുത വിലയിരുത്തൽ അത്യാവശ്യമാണ്. ആ സംഘം അവിടേക്ക് പോകുമ്പോൾ അവര് എന്താണ് സേഫ് ആണോ, അല്ലെങ്കിൽ അവര് എന്താണ് ആ പ്രദേശം സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് ഫങ്ഷൻസ് കൊളാബറേറ്റീവ്ലി during the code with the one person identified as code team leader. ഇനി എന്താണ്? എല്ലാ ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ലീഡർ ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ഇവർക്കും എമർജൻസി റെസ്പോൺസ് കോഡ് ടീമിനും ഒരു ലീഡർ ഉണ്ട്. ആ ലീഡറുമായിട്ട് സഹകരിച്ച് കൊളാബറേറ്റ് ചെയ്തല്ലേ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കണം. അടിയന്തര പ്രതികരണ കോഡില് ആ ടീം അംഗങ്ങൾക്ക് ഒരു ലീഡർ തിരിച്ചറിയപ്പെടുന്ന ആ വ്യക്തി, ഒരു ലീഡർ ഉണ്ടാവും, ആ വ്യക്തിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്? The code incident report is filled by the team leader at the end of the event and submits to the director or medical superintendent or chief administrative officer or committee. ഓക്കെ, അപ്പൊ ഇവിടെ 6th പോയിന്റിൽ പറയുന്നത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് കോഡ് സംഭവ റിപ്പോർട്ട് ടീം ലീഡർ പരിപാടിയിലെ അവസാനം പൂരിപ്പിക്കുകയും അതുപോലെ തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടന്റോ അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ കമ്മിറ്റീസോ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ റിപ്പോർട്ടുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ലീഡർ എന്ത് ചെയ്യണം? ആ ലീഡർ ഇത് എന്താണ് അവസാനം ഒരു റിപ്പോർട്ട് ഇൻസിഡന്റിന്റെ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ആ റിപ്പോർട്ട് ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, എന്നിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ഡയറക്ടർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റിനോ അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ കമ്മിറ്റിക്കോ എന്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്? സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ 6 പോയിന്റ്സും.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. റിപ്പോർട്ടിംഗ് ഓഫ് ആൻ ഇൻസിഡന്റ് may be completed through an event report or incident report, which is designed or any other resorting method. അപ്പൊ എന്താ പറയുന്നത്? Reporting of the incident may be completed through an event report or incident report, which is designed or any other resorting method. ഇവിടെ പറയുന്നത് ഒരു സംഭവത്തിന്റെ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട, ഒരു സംഭവം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ റിപ്പോർട്ട്, ഒരു ഇവന്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സംഭവ റിപ്പോർട്ടോ രൂപകൽപ്പന ചെയ്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ, മറ്റേതെങ്കിലും അവലംബ രീതിയിൽ വഴി മറ്റേതെങ്കിലും രീതിയിൽ വഴി പൂർത്തിയാക്കിയതോ ആവാം. ഓക്കെ, മനസ്സിലായോ? ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോ ഇവന്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സംഭവ റിപ്പോർട്ടോ എന്ന് പറയാം. അങ്ങനെയുള്ള ആ റിപ്പോർട്ടുകൾ രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെയാവാം? ചിലപ്പോൾ റിപ്പോർട്ടായിട്ട് എഴുതാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവലംബിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് ഇങ്ങനെയുള്ള രീതിയിൽ പൂർത്തിയാക്കാവുന്നതാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ഡോക്യുമെന്റേഷൻ കണ്ടെയ്ൻ information about the activation in reviewed and retained. ഇവിടെ എന്താ പറയുന്നത്? ആക്ടിവേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവലോകനം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് അത് അവലോകനം ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ വഴി കീപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്? മാനേജ്മെന്റ് വിൽ കണ്ടക്ട് എ റൂട്ട് കോസ് അനാലിസിസ് or similar review of the incident to identify area of improvement and then implement those improvements. ഇവിടെ പറയുന്നത് മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നതിനും അവ മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് മാനേജ്മെന്റ് സംഭവത്തിന്റെ ഒരു മൂല കാരണം വിശകലനം ചെയ്യുന്നു. ആ മെച്ചപ്പെടുത്തേണ്ട രീതി അതെങ്ങനെയാണ്, എവിടേക്കാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങള് അവലോകനം ചെയ്ത് അത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗിൽ പറയുന്നത്. നമുക്ക് എന്താണ് ഇവന്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സംഭവ റിപ്പോർട്ടോ ആയിട്ട് രൂപകൽപ്പന ചെയ്തതോ മറ്റേതെങ്കിലും രീതിയിൽ അവലംബിക്കുന്നതോ ആയിട്ടുള്ള അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ആക്ടിവേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവലോകനം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു, അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. മാനേജ്മെന്റ് വിൽ കണ്ടക്ട് എ റൂട്ട് കോസ് അനാലിസിസ് or similar review of the incident to identify
area for improvement and then implement those improvement. മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നതിനും ആ മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കുന്നതിനുമായിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സംഭവത്തിന്റെ ആ മൂലകാരണ വിശകലനം ചെയ്യുന്നുണ്ട്. അതെവിടെയൊക്കെയാണ്, ഇനി എങ്ങനെയൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ട ഏരിയകൾ വരുന്നത്, മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മാനേജ്മെന്റ് അതൊന്ന് അവലോകനം ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. 3 കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ വരുന്നത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ensure that all staff are aware of potential emergency situation and all security hazards, how to respond or react and how to protect themselves and their co-workers through established policies and procedures. ഇവിടെ പറയുന്നത് training and education ensure that all staff are aware of potential emergencies and or security hazards, how to respond or react and how to protect themselves and their co-workers through established policies and procedures. പരിശീലനവും വിദ്യാഭ്യാസവും എല്ലാ ജീവനക്കാർക്കും സാധ്യമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യങ്ങളെ കുറിച്ചും സുരക്ഷാ അപകടങ്ങളെ കുറിച്ചും എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമത്തിലൂടെയും തങ്ങൾക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് എങ്ങനെ സംരക്ഷിച്ച് പോവാം എന്നതിനെ കുറിച്ചുള്ള എല്ലാ ബോധവൽക്കരണങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റാഫിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ട്രെയിനിങ്ങുകളും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവെയർ ആക്കി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരെ ബോധ്യവാന്മാരാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെയുള്ള അപകട മേഖലകൾ വരാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ പ്രതികരിക്കണം, അങ്ങനെയുള്ള ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റാഫിനും അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇത് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ ദ ടീം മെമ്പേഴ്സ് ആസ് ടു their specific role or responsibilities during the variety of scenarios. എന്താണ്? വിവിധ സാഹചര്യങ്ങളില് എല്ലാ ടീം അംഗങ്ങളും അവരുടെ പ്രത്യേക റോളുകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പ്രത്യേക പരിശീലനം നൽകണം. നമുക്കറിയാം എന്താണ്, ഇപ്പൊ ഇന്ന ആൾക്ക് ഇന്ന റോള് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വേറെ റോള്, അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പല റോളുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള റോളുകൾ എന്താണ്, ഇനി ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്, ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, ഞാൻ ചെയ്യേണ്ട റോൾ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള അവർ ചെയ്യുന്ന റോളുകൾക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും ഓരോ സ്റ്റാഫിനും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് പ്രൊസീജിയേഴ്സ് to follow if they become a host teacher or victim. ഇവിടെ പറയുന്നത് എന്താണ്? ബന്ധുക്കൾ പോലെ അതുപോലെ തന്നെ എന്താണ് ഇരയാവുകയോ അല്ലെങ്കിൽ ബന്ദിയാക്കുകയോ. ഹോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ബന്ദിയാക്കുന്നത് അല്ലെ, തട്ടിക്കൊണ്ട് പോയിട്ട് ബന്ദിയാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരയാകുന്നത് അല്ലെ, ചിലപ്പോൾ ഇപ്പൊ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മളും അത് ബാധിതരാവാം അല്ലെ, ബാധിച്ചേക്കാം, നമ്മളെ അത് എന്താണ് ഇരയായേക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ബന്ദി ഇപ്പൊ പല സ്റ്റാഫുകളായിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഹോസ്റ്റേജ് തട്ടിക്കൊണ്ട് പോകുകയല്ല, പേഷ്യൻസ് മാത്രമല്ല സ്റ്റാഫുകളും എന്താണ് സ്റ്റാഫുകളെ ഇരയായേക്കാം. അപ്പൊ അങ്ങനെ ബന്ധുആക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇരയാക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങള് സ്റ്റാഫിന് ആ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അവർക്ക് കൊടുക്കുന്ന ആ ട്രെയിനിങ്ങിൽ അതും കൂടി കവർ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള പരിശീലനം അവിടുത്തെ സ്റ്റാഫുകൾക്ക് നൽകുന്നത്. ഇപ്പൊ 3 കാര്യങ്ങളാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ ആ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനിൽ പറയുന്നത്.
ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെ അവിടുത്തെ ഓരോ സ്റ്റാഫുകൾക്കും ഇപ്പോ ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള അപകട സാധ്യത വരാൻ സാധ്യതയുണ്ട്, എങ്ങനെ പ്രതികരിക്കണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെ, ഏതൊക്കെ നടപടിക്രമത്തിലൂടെ, ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കി അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? സ്പെസിഫിക് ട്രെയിനിങ് ഷുഡ് ബി provided to all team members as to their specific role and responsibilities during the variety of scenarios. എന്താണ് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാ ടീം അംഗങ്ങൾക്കും എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള പ്രത്യേക റോൾ ഉണ്ടാവും, പ്രത്യേക റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, പ്രത്യേക ഡ്യൂട്ടീസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ ഉണ്ടാവും. അപ്പൊ അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യവാന്മാരാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി സ്പെസിഫിക് ട്രെയിനിങ് സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് പ്രൊസീജിയേഴ്സ് ഫോളോ they become hostage or victim. നമ്മളും ചിലപ്പോൾ എന്താവാം, ബന്ദികളാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇരയാവുകയോ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് അവരെ ആ ട്രെയിനിങ്ങിൽ അവരെ പറഞ്ഞ് ബോധ്യവാന്മാരൊക്കെ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും സ്റ്റാഫിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങിൽ സ്റ്റാഫുകൾക്ക് ഓൾറെഡി ട്രെയിനിങ് കൊടുക്കുന്നതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും അതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, വായിച്ചു നോക്കിയേ. ട്രെയിനിങ് and education, documentation and reporting.
Okay. ഇനി നെക്സ്റ്റ് നോക്കാം. Challenges of implementation. Okay. Challenges ആണ് പറയുന്നത്. One of the primary problems of the hospital emergency response code system in general is a lack of a national standardization. Although some emergency response codes such as Code Blue and Code Red are universal around the world, many of the other codes are not consistent. Each color can have various meaning across the different states or countries. Each hospital or hospital association is responsible for developing its own emergency codes. Some hospitals use numbered code system rather than colors. When these codes are developed independently by the hospital, there is a variability and overlap between hospitals and a great deal of variance, which can be a source of confusion of the critical moment to healthcare persons. നമുക്ക് നോക്കാം. ഇവിടെ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഡുകൾ, എമർജൻസി കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചലഞ്ചസുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഓരോ ഹോസ്പിറ്റൽസിനും അല്ലെ അതിന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് പറയാം. എന്താണ് വൺ ഓഫ് ദി പ്രോബ്ലം ഓഫ് ദ ഹോസ്പിറ്റൽ എമർജൻസി റെസ്പോൺസ് കോഡ് സിസ്റ്റം generally is a lack of national standardization. ആശുപത്രി അടിയന്തര പ്രതികരണ കോഡുകൾ, എമർജൻസി റെസ്പോൺസ് കോഡുകൾ സംവിധാനത്തിന്റെ പ്രാഥമിക പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ, ദേശീയ നിലവാരവൽക്കരണത്തിന്റെ അഭാവം, ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ആശുപത്രി അടിയന്തര പ്രതികരണ കോഡിന്റെ ആ സംവിധാനത്തിന്റെ ഒരു പ്രാഥമിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ദേശീയ നിലവാരവൽക്കരണത്തിന്റെ അഭാവം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, കോഡ് ബ്ലൂ അതുപോലെ തന്നെ കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതെന്താണ് നാഷണൽ ആയിട്ട് എന്താണ് ഈ കോഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. കോഡ് ബ്ലൂ കോമൺ ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ കോഡ് റെഡ് ആയാലും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു കോഡാണ് അല്ലെ. അത് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്? കാർഡിയാക് അറസ്റ്റ്. അതുപോലെ കോഡ് റെഡ് എന്ന് പറഞ്ഞാലോ ഫയർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്, കാർഡിയാക് അറസ്റ്റ് അല്ലെ, ഹൃദയാഘാതവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഫയറുമായിട്ട്, തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ അങ്ങനെ കോഡ് ബ്ലൂ അതുപോലെ തന്നെ കോഡ് റെഡ് എന്നിവ പോലുള്ള ചില അടിയന്തര പ്രതികരണ കോഡുകള് ലോകമെമ്പാടും സാർവത്രികമാണെങ്കിലും മറ്റു ചില കോഡുകള് സ്ഥിരതയുള്ളതല്ല. മനസ്സിലായോ? അപ്പൊ ഈ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാലും കോഡ് റെഡ് എന്ന് പറഞ്ഞാലും എന്താണ്, എല്ലാ ഹോസ്പിറ്റലിലും സാർവത്രികമായിട്ടുള്ള കോഡുകളാണ്. ഇനി മറ്റു കോഡുകൾ നമ്മൾ പഠിച്ചല്ലോ, അതെന്താണ്, പല ഹോസ്പിറ്റലുകളിലും പല ഇതിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഓരോ നിറത്തിനും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവാം. മനസ്സിലായോ? ഓരോ നിറത്തിനും ഈച്ച് കളർ ക്യാൻ ഹാവ് ദ വേരിയസ് മീനിങ് across the different state. ഓരോ കളേഴ്സിനും ഡിഫറെന്റ് സ്റ്റേറ്റിലായിട്ടുണ്ടെങ്കിലും ഡിഫറെന്റ് എന്താ കൺട്രീസിലായാലും നിറങ്ങൾക്ക് ഓരോ എന്താണ് മീനിങ്, ഡിഫറെന്റ് മീനിങ് ആയിരിക്കാം ഉണ്ടാക്കുന്നത്. Each hospital or hospital association is responsible for developing its own emergency codes. എന്താണ്, ചില ആശുപത്രികളിൽ നിറങ്ങളെക്കാൾ നമ്പറുള്ള കോഡുകള് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിറങ്ങളല്ല, ചിലപ്പോൾ നമ്പേഴ്സ് ഉള്ള കോഡ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. Some hospitals use numbers code system rather than the colors. നമ്മൾ പറഞ്ഞതാണ്. When these codes are developed independently by the hospital, there is a variability and overlap
between hospitals and a greater deal with the barriers which can be sources of a confusion and critical moment to health care persons. അതുപോലെ തന്നെ ഈ കോഡുകൾ ആശുപത്രികളിൽ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വികസിപ്പിച്ചെടുക്കുമ്പോൾ ആശുപത്രികൾക്കിടയിൽ ഒരു വ്യതിയാനം അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ഉണ്ടാകാം. ചില കോഡുകൾ ആശുപത്രികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വികസിപ്പിച്ചെടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അതിലും ഓവർലാപ്പിങ്ങും വ്യതിയാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഇങ്ങനെ ആശുപത്രികൾക്കിടയിൽ ഇങ്ങനെയുള്ള കോഡുകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആശുപത്രി സ്റ്റാഫിന്റെ ഇടയിൽ പല വാരിയേഷൻസ് ഉണ്ടാകാം. മനസ്സിലായോ? പല വാരിയേഷൻസും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ആ സംഭവമായിട്ട് സ്റ്റാഫുകൾ പ്രതികരിക്കുന്നത് കുറയുന്നു. ചിലപ്പോൾ എന്താണ്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ. കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പല ഹോസ്പിറ്റലും പല കോഡുകളും പല നമ്പേഴ്സുകളുമായിരിക്കും. അപ്പൊ അതൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വാരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, the variability may also mitigate എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? mitigate ലഘൂകരിക്കുക. mitigate means ലഘൂകരിക്കുക. mitigate the effectiveness and the speed of response to critical events. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, അത് എഫക്റ്റീവ്നെസ് അതിന്റെ അത് പ്രതികരിക്കുന്നതൊക്കെ എന്താണ്, അത് കുറയ്ക്കുന്നുണ്ട്. സ്റ്റാഫുകള് അത് പ്രതികരിക്കുന്നത് പ്രതികരണ രീതികള് അതുപോലെ തന്നെ അതിനുള്ള റെസ്പോൺസ് കൊടുക്കുന്നതിനോട് അവര് അതിന്റെ റെസ്പോൺസ് കൊടുക്കുന്നതിന്റെ സ്പീഡൊക്കെ കുറയാനായിട്ട് ഇടവരും. കാരണം എന്താണ്, അവർക്ക് ഓൾറെഡി കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. Besides the lack of the uniformity in emergency codes, critical events are often defined differently between hospitals. For example, fire includes in the internal disaster in some hospital, whereas others each is on code. Healthcare workers move frequently between hospitals and may work at more than one hospital, resulting in an inability to remember and respond to right code at the right time. Some countries, such as England and Canada, use a nationally standardized set of emergency hospital codes. This means that every hospital uses some same communication terminology, technology on top. Technology, communication technology to communicate during an emergency situation. However, this standardization has not yet been implemented in India, although it has previously been recommended. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലുകൾക്കിടയിൽ ഇങ്ങനെയുള്ള കോഡുകൾ അവർ വികസിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫിന്റെ ഇടയിൽ വാരിയേഷൻസ് അല്ലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എമർജൻസി കോഡുകൾ പല ഹോസ്പിറ്റലുകളിലും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഫലപ്രാപ്തിയാകാനായിട്ട് അത് ആ റെസ്പോൺസ് ഫലപ്രാപ്തി കുറയാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. ആ റെസ്പോൺസ് കുറയ്ക്കുന്നുണ്ട്. അവരെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ കോഡുകളായാലും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കളറുകൾ പറയുമ്പോഴും എന്താണ്, കോഡുകൾ പറയുമ്പോൾ ഇവർ പെട്ടെന്ന് അറിയാവുന്ന സ്റ്റാഫുകളാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് അവർ തയ്യാറാവും അല്ലെ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. ഇനി ഇതിനിടയിൽ കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, റെസ്പോൺസ് കുറയാനായിട്ട് ഇടവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഫയർ എന്താണ്, ചില ഹോസ്പിറ്റലുകളിൽ ഇന്റേണൽ ഡിസാസ്റ്റർ എന്നത് എന്താണ്, അതിന്റെ ആ കോഡ് ഫയറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫയറിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഫയറും കൂടിയും ആ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാഫുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫയർ ആണോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസാസ്റ്റർ ആണോ എന്താണ് എന്നുള്ളത് അവരുടെ ഇടയിലൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് കെയർ സ്റ്റാഫുകള് ഇപ്പോ എന്താണ് പല ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെ. ഇപ്പോ എന്താണ് ഡേ ഷിഫ്റ്റില് വേറൊരു ഹോസ്പിറ്റൽ, നൈറ്റ് വേറൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി രണ്ട് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഒരു
ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കോഡ് തന്നെ ആയിരിക്കില്ല മറ്റു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, കോഡുകൾ കേൾക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവാം, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് ഇടയിൽ എന്താണ്, ഇങ്ങനെയുള്ള മോർ ദാൻ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കോഡ് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റാഫുകൾക്ക് എന്താണ് അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. എന്താണ് ഈ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലണ്ട്, കാനഡ തുടങ്ങിയ ചില രാജ്യങ്ങളില് ദേശീയ തലത്തിലെ നിലവാരമുള്ള അടിയന്തര ആശുപത്രി കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യത്തില് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ചില ആശുപത്രികളില് ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം വരുന്നത്. എന്നിരുന്നാലും എന്താണ്, മുൻപ് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ സ്റ്റാൻഡർഡൈസേഷൻ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. മുൻപ് എന്താണ് ശുപാർശ ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും എന്താണ് അങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ വരുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പല കോഡുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കിയാലും മനസ്സിലാവും. എന്താണ് ഇന്റർണൽ ഡിസാസ്റ്റർ അത് പറയുമ്പോൾ എന്താണ് അതിനകത്ത് ആ ഫയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഒരു സ്റ്റാഫ് തന്നെ മോർ ദാൻ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായത് കൊണ്ട് തന്നെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന കോഡായിരിക്കില്ല മറ്റു ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ റെസ്പോൺസ്, അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് കുറയാനായിട്ട് അല്ലെ, നമ്മുടെ കോഡ് പറയുമ്പോൾ എന്താണ് എല്ലാം സജ്ജീകരിച്ച് തയ്യാറാവണം അല്ലെ, അവിടെ പോവാനായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ടും തയ്യാറാവണം. പക്ഷേ ഇവർക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് തന്നെ അതെന്താണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഇംഗ്ലണ്ട്, കാനഡ തുടങ്ങിയ രാജ്യങ്ങള് ദേശീയ നിലവാരമുള്ള ഒരു അടിയന്തര ആശുപത്രി കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കോഡ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആ ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്നിരുന്നാലും എന്താണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങള് എന്താണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച കംപ്ലീറ്റ് ആയി.
ഓക്കെ, നമുക്ക് കൺക്ലൂഷൻ നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കൺക്ലൂഷൻ നോക്കാം. എമർജൻസി റെസ്പോൺസ് കോഡ് ആർ കളർ കോഡഡ് ഇൻഡിക്കേറ്റ്സ് യൂസ് ഇൻ healthcare facilities to alert all relevant hospital staff members for potential issues arising in the hospital. Emergencies can occur at the time. Effective communication is crucial to ensure the swift response that the protect patient, visitor, staff, and the hospital property. അടിയന്തര പ്രതികരണ കോഡുകൾ എന്നത് എന്താണ്? ഒരു ആരോഗ്യ പരിപാലന സാഹചര്യങ്ങളില് സൗകര്യങ്ങളില് ഉപയോഗിക്കുന്ന ഒരു വർണ്ണാഭമായിട്ടുള്ള സൂചകങ്ങളാണ് അല്ലെ. പലതിനും പല കോഡുകൾ കളർ വെച്ചിട്ടാണ് നമ്മള് കോഡുകൾ പറയുന്നത് അല്ലെ. കോഡുകൾ ഇപ്പൊ റെഡ് ആയിട്ടുണ്ടെങ്കിൽ ഫയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോഡ് 2 എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പല കളറുകൾ വെച്ചിട്ടാണ് നമ്മൾ കോഡുകൾ പറയുന്നത് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ എന്താണ് അത് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എമർജൻസീസ് ഒക്കെ എനി ടൈം അല്ലെ, നമുക്ക് ഏത് ടൈമും എമർജൻസീസ് വരാം. ഹോസ്പിറ്റലുകളാണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താണ് എമർജൻസി വരാം. ഓക്കെ, അപ്പൊ അതിന് തയ്യാറായിട്ട് സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കാനായിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എമർജൻസീസ് ക്യാൻ ഒക്യൂർ അറ്റ് എനി ടൈം. എമർജൻസീസ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഇനി എന്താണ് കമ്മ്യൂണിക്കേറ്റ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ. ഇനി എമർജൻസീസ് വരുമ്പോൾ ആരൊക്കെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അല്ലെ നല്ല രീതിയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. സ്റ്റാഫിനെ ആയാലും പേഷ്യൻസിനെ, അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ, സ്റ്റാഫിനെ, അതുപോലെ ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മുടെ എന്താണ് അതിനൊക്കെ ഒരു രോഗികള്, സന്ദർശകര്, അതുപോലെ തന്നെ ജീവനക്കാര്, ആശുപത്രി പ്രോപ്പർട്ടി എന്നിവയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെ, റെസ്പോൺസ് അവിടെ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നത്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ ഈ പേഷ്യൻസിനെ ആയാലും, അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ ആയാലും, സ്റ്റാഫിനെ ആയാലും, ഹോസ്പിറ്റൽസിനെ ആയാലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അതിന് എന്ത് വേണം? ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി clearly has a huge role to play in the event of various hospital emergencies and should be an integral part in the event of various hospital emergencies and should be an integral part of any emergency handling play. You cannot communicate effectively, then your chances of adequately responding to a situation are greatly reduced. The most commonly cited problems in emergency situation management is variability, communication breakdown, with the emergency activities and decision making being seriously affected by the vital information being lost or deleted. Hence, the right technology, if implemented correctly, can make a huge difference in emergency situations. The call is for hospital to face in the implementation of the recommended codes so that the required materials and training can be developed and offered at the time first suited for hospital employees. Emergency response code help hospital personnel understand how to effectively manage the various emergency situation. പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഒരു ആശുപത്രിയിലെ വിവിധ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോ എന്താണ് ആശയവിനിമയ സാങ്കേതിക വിദ്യക്ക് വ്യക്തവും ഒരു വലിയൊരു പങ്കുമുണ്ട്. കൂടാതെ ആശുപത്രിയിലെ അടിയന്തര സാഹചര്യങ്ങളില് അതൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് അല്ലെ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ പാർട്ടാണ് ഇത് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ കാര്യം നമുക്ക് അടിയന്തരമായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് അവിടെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ അത്യാവശ്യമാണ്.
ഇനി എന്താണ് നമുക്ക് പറയുന്നത്, അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും സാധാരണയായിട്ട് ഉയർന്നു കിടക്കുന്ന ഒരു പ്രശ്നം ആശയവിനിമയ തകരാറാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന തകരാറാണ്. സുപ്രധാന വിവരങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് അടിയന്തര പ്രവർത്തനങ്ങളുടെയും തീരുമാനമെടുക്കലിനും ഗുരുതരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി എന്താ പറയുന്നത്, അതിനാൽ ശരിയായ സാങ്കേതിക വിദ്യ ശരിയായി നടപ്പിലാക്കാൻ അടിയന്തര സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിലുള്ള മാറ്റം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കോഡുകള് നടപ്പിലാക്കുന്നതിൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, അതാണ് പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ എന്താണ്, ആ കോഡുകൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആശുപത്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് അലേർട്ട് കൊടുക്കണം അല്ലെ. അങ്ങനെ അത് കൊടുക്കണമെങ്കിൽ എന്താണ്, ആ കോഡുകൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ട് വേണം, ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുവഴി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, പരിശീലനവും ആശുപത്രി സ്റ്റാഫിനെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് നമ്മൾ അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ വിവിധ അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് അടിയന്തര പ്രതികരണ കോഡുകള് ആശുപത്രി ജീവനക്കാരെ സഹായിക്കുന്നുണ്ട്. ഈ കോഡുകൾ വഴി ഓരോ അലേർട്ടുകൾ കൊടുക്കുന്നതിലൂടെയാണ് ആശുപത്രി ജീവനക്കാരെ മനസ്സിലാക്കുന്നത് ഇന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇന്ന എമർജൻസി ഉണ്ടായിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഈ കോഡുകൾ വഴിയാണ് അവർ മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് റിക്വയറിംഗ് ദ സീംലെസ് integration of planning and response support with the local and the national programs. The above layout can be useful to assist of administrators and emergency managers in responding effectively to the most likely emergency scenarios, as well as by planning to implement emergency response plan in other smaller and larger healthcare organizations. ആശുപത്രി എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രാദേശിക ദേശീയ പരിപാടികളുമായിട്ട് ആസൂത്രണത്തിന്റെയും പ്രതികരണ ശ്രമങ്ങളുടെയും തടസ്സമില്ലാതെ ഒരു ഇന്റഗ്രേഷൻ, സംയോജനം ആവശ്യമുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആശുപത്രി എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ലേഔട്ട് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരെയും അടിയന്തര മാനേജർമാരെയും ഏറ്റവും സാധ്യതയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായിട്ട് പ്രതികരിക്കുന്നതിനും മറ്റു ചെറുതോ വലുതോ ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളില് അടിയന്തര പ്രതികരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ കോഡുകൾ എന്താണ്, നല്ല രീതിയിൽ അവിടുത്തെ ആ സിസ്റ്റം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് പോകാനായിട്ട് ഹോസ്പിറ്റലുകാരെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ട് സഹായിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും അതുപോലെ തന്നെ മാനേജേഴ്സിനെയും എമർജൻസി റെസ്പോൺസ് മാനേജേഴ്സിനെയും അതുപോലെ ഓരോ സ്റ്റാഫിനെയും ഈ കോഡുകൾ നല്ല രീതിയിൽ അവിടുത്തെ എന്ത് എമർജൻസി വന്നിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് സക്സസ് ആവാനായിട്ട് അല്ലെ. ആളുകൾ ഇപ്പൊ ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക, ആളുകളെ സേഫ് ആക്കുക, സ്റ്റാഫിനെ സേഫ് ആക്കുക, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതിന് വേണ്ടി ഈ കോഡുകള് സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഹോസ്പിറ്റൽസിൽ ഉണ്ടാകണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് എമർജൻസി കോഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൺക്ലൂഷൻ ആയിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ കോഡുകൾ, ഓരോ കോഡുകൾ നമ്മൾ പഠിച്ചില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ഇതോടുകൂടി നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസി കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ബിഹേവിയർ തീർക്കാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് മിസ്സിന്റെ ക്ലാസ്സിൽ മിസ് അതായിരിക്കും എടുക്കുന്നത് കേട്ടോ. കുറച്ച് എടുത്ത് തീർക്കാനുണ്ട്. അപ്പൊ അത് ഓരോ മിസ്സുമാരിങ്ങനെ ഡിവൈഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ മിസ് അതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
മിസ്സിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ആ ചാപ്റ്റർ കൂടി എടുത്ത് തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഓരോ മിസ്മാരും ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.